ഗുഡ് മോർണിംഗ്. നാടൻ പെറ്റൂണിയ ചെടികളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂക്കാലം തന്നെ തീർക്കാൻ കഴിവുള്ള ചെടികളാണ് ഈ പെറ്റൂണിയ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പെറ്റൂണിയ ഉണ്ടല്ലോ, അത് ഞാൻ പല രീതിയിൽ വളർത്തി നോക്കിയിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് അത് കാണാൻ ഭംഗിയിൽ കിടക്കുന്നത് അത് ഹാങ് ചെയ്ത് ഇടുമ്പോഴാണ്. താഴെ അത് വളർത്തുമ്പോൾ, വെറുതെ താഴെ വെച്ചിട്ട് അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ വളർത്തുമ്പോൾ അതിൻ്റെ തണ്ടുകൾ വളരെ ദുർബലമായതുകൊണ്ട് നമ്മളൊരു സപ്പോർട്ട് കൊടുത്താലാണ് അതിന് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ഇതുപോലെ തൂക്കിയിടുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാനായിട്ട് ഇത്തിരി നേരം വൈകി, കാരണം ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് തീരാറായപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ ഇനിയെങ്കിലും അത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഒന്നുമല്ല കേട്ടോ, ഇതിപ്പോൾ ഈ ചെടികളുടെ അവസാന കാലഘട്ടമായി. അപ്പോൾ കുറച്ച് പൂക്കളാണ് ഇനി അതിൽ ബാക്കിയുള്ളൂ. ഇതിൽ നിറച്ചും പൂക്കൾ ഉണ്ടായിട്ട് ഒരുപാട് ദിവസങ്ങൾ ആ പൂക്കൾ നിൽക്കും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു 3-4 ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിറച്ചു പൂക്കൾ ഒരു ബൊക്ക പോലെ തന്നെ ആര് കണ്ടാലും അത്ഭുതപ്പെടുന്ന രീതിയിലാണ് നിൽക്കുക. പിന്നെ ഇതിൻ്റെ ഇതുപോലുള്ള ഇല, ഇങ്ങനെ തുടക്കത്തിൽ ഉണ്ടാവുന്ന ഇലകളാണ് നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടത്. അത് വെറുതെ മണ്ണിൽ നമ്മൾ ഒരു കവറിൽ കുത്തി കൊടുക്കുക. തുടക്കത്തിൽ വളമൊന്നും ഇട്ട് കൊടുക്കരുത്. അത് പിടിച്ച് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ കാണുന്ന ഇലകൾ കണ്ടോ, ഇതുപോലുള്ള ഇലകളാണ് നമ്മൾ അത് കുത്തി കൊടുക്കേണ്ടത്. പിന്നെ അത് പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വേറെ ചട്ടിയിലേക്ക് വെക്കുമ്പോഴാണ് നമ്മളതിൽ വളമിട്ട് കൊടുക്കണ്ടോ. തുടക്കത്തിലെ തന്നെ വളമൊക്കെ ഇട്ട് കൊടുത്ത മണ്ണിൽ കുത്തി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അപ്പൊ ഇതിങ്ങനെ ഞാൻ പിടിപ്പിച്ചെടുത്തിട്ടുള്ള പെറ്റൂണിയ ചെടികളാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പെറ്റൂണിയ ചെടികൾ നട്ട് വളർത്താനായിട്ട് നോക്കുക. പിന്നെ ഇതിന്റെ കമ്പ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പിടിപ്പിച്ചോ, ഒരു നഷ്ടം ഉണ്ടാവില്ല. ഇത് കണ്ടോ, ഇതും ഇതുപോലെ ഞാൻ പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിന് വെയിൽ വേണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഴ ഇതിന് തീരെ പറ്റില്ല. മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ചെടി മാറ്റണം, അല്ലെങ്കിൽ ആ ചെടി നശിച്ചു പോകും. നല്ല വെയിൽ വേണം. പക്ഷെ അതേസമയം മഴവെള്ളം ഇതിന് തീരെ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ചട്ടിയിലാണ് നമ്മൾ ഈ ചെടി വളർത്തേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ പെറ്റൂണിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പം ശരി, ഓക്കെ. പെറ്റൂണിയ നട്ടുപിടിപ്പിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.